പ്രതിഷേധം 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 ഇതുപോലൊരു നാളിക ഭരണം ഇതുപോലൊരു നാളിക ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല മക്കൾ കാണുന്നില്ല കേരളത്തിൽ ആരോഗ്യരംഗം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുമ്പിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്തത്. ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇന്ന് കേരളം ഞെട്ടുന്ന അതായത് ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു വകുപ്പ് ഭരിക്കാൻ അറിയാത്ത രീതിയിലുള്ള കേരളത്തിന്റെ ഒരു ദുരവസ്ഥയാണ് നാം കണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുകയാണ്, രാവിലെ തന്നെ ക്യാപ്സ്യൂളുമായി വന്നുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുകയാണ്, ന്യായീകരണങ്ങളുമായി വരികയാണ്, ആളൊഴിഞ്ഞ ആരുമില്ലാത്ത ഒരു ബിൽഡിംഗാണ് ഇടിഞ്ഞു വീണത്. പക്ഷേ കള്ളം പറഞ്ഞാൽ ആ കള്ളം തന്നെ അവർക്ക് തിരിച്ചടിയായി മാറി. ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെ ന്യായീകരണവുമായി വന്നതുകൊണ്ടാണ് 2 മണിക്കൂർ രക്ഷാപ്രവർത്തനം നിന്നത്. ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് മന്ത്രിയോ വാസവനും ന്യായീകരണങ്ങളുമായി വരാതിരുന്നെങ്കിൽ കേരളത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയും ആ ഒരു ബിന്ദു വന്ന സ്ത്രീ മരിക്കുകയും ചെയ്യില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിഷേധം ഇന്ന് കേരളം മുഴുവൻ പ്രതിഷേധം നടക്കുകയാണ്. കേരള കോൺഗ്രസ് 3 ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ്, വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ഞങ്ങൾ മെനഞ്ഞാന്ന് പറഞ്ഞു, ഇതൊരു സൂചന സമരമാണ്. ഈ ഒരു സൂചന സമരം കണ്ടുപഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും. ഞങ്ങൾ ഇന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, എത്രയും പെട്ടെന്ന് പിണറായി വിജയൻ വകുപ്പ് ഭരിക്കാൻ അറിയാത്ത ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പുറത്താക്കിയില്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തെരുവിൽ നേരിടുന്ന പ്രകടനങ്ങളുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നത് യാതൊരു സംശയവുമില്ല. വകുപ്പ് ഭരിക്കാൻ അറിയാത്ത ഈ കപ്പൽ മുങ്ങുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ടെന്നൊക്കെ വലിയ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുകയാണ്, ഈ കപ്പൽ ഇപ്പോൾ മുങ്ങിക്കഴിഞ്ഞു. കപ്പൽ മുക്കിയത് നിങ്ങളാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി, കപ്പൽ മുക്കിയത് നിങ്ങളാണ്. നിങ്ങൾക്ക് വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് മറ്റേ പണിയാണ്, പോലും തോക്കെ ചാനലിൽ ചെന്ന് വാർത്ത വായിക്കുന്ന ആ പണി ചെയ്യുക. അല്ലാതെ PR വർക്കുകൾ ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ആ ഒരു സമീപനം അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും വഴിയില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കേരളത്തിൽ ജീവിക്കാനുള്ള അതേ അവകാശം പോലെ തന്നെ ഇന്ന് മരിച്ച ബിന്ദു എന്ന സ്ത്രീക്കുമുണ്ട്. കേരളത്തിലെ ഓരോ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന അതേ പരിഗണന ഇന്നിവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും കിട്ടണം. ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കിട്ടിയ അതേ പരിഗണനയുള്ള ഒരു സ്ത്രീയാണെന്ന് മരിച്ചത്. വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കണം, അല്ലെങ്കിൽ തെരുവിൽ ഞങ്ങൾ നേരിടും. ഇതൊരു സൂചനാ സമരമാണ്. സമരത്തിന്റെ രൂപം മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് BJ ജോസഫ് സാർ കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രതിഷേധ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് പ്രതീകാത്മകമായി കോലം കത്തിച്ചുകൊണ്ട് ഈ ഒരു സമരം കണ്ട് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ ഞങ്ങൾ തെരുവിൽ നേരിടും. ഇനി ഈ ഒരു രീതിയായിരിക്കില്ല ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ കോലം കത്തിക്കുന്ന പരിപാടിയിലോട്ട് പോകുക. പ്രതിഷേധം പ്രതിഷേധം കേരള കോൺഗ്രസ് പ്രതിഷേധം വീണ ജോർജ് രാജിവെച്ച് പുറത്ത് പ്രതിഷേധം പ്രതിഷേധം കേരള കോൺഗ്രസ് പ്രതിഷേധം സൂചന മാത്രം കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും. ഈ സമരം ആളിക്കത്തും, കേരളമാകെ ആളിക്കത്തും. വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ
രാജിവെച്ച പോ പുറത്ത്